ഹലോ ഗായ്സ്, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇത്തിരി ലേറ്റായിട്ടോ. ഒരു 9 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. വേറൊന്നുമില്ല, ഞാൻ നേരം വൈകി എണീറ്റതാണ്. പിന്നെ എല്ലാവരും നേരം വൈകിട്ടാണ് എണീറ്റത്. ഡ്യൂട്ടിക്ക് പാടില്ലായിരുന്നു കേട്ടോ, ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഓണം ടൈമിൽ തന്നെ ജലദോഷമൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവളൊട്ടും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഉഷാറായി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും ചിറ്റയും കൂടെ ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സവാളയും എല്ലാ സാധനങ്ങളും നന്നാക്കാം, അവർ കറി വയ്ക്കും, ഞങ്ങൾ നന്നാക്കുക എന്ന പ്ലാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വേണം ഗെയിം കളിക്കാൻ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയായിരുന്നു. ഞാൻ വെളുത്തുള്ളി പിന്നെ സവാളൊക്കെ നന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷൻ സവാള അരിയായിരുന്നു കേട്ടോ. സെലക്ഷൻ അത്യാവശ്യം അറിയാം അരിയാനൊക്കെ ആയിട്ട്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കായൊക്കെ അരിയാനുണ്ടായിരുന്നു. അപ്പോൾ കായ ഞങ്ങൾ അരിഞ്ഞില്ല. അഭിജിത്തും ആര്യയും കൂടെയാണ് അത് റെഡിയാക്കിയത്. ബീഫിലും പോർക്കിലും ഇടാനാണ് കായ. പിന്നെ പയറുണ്ടായിരുന്നു. അപ്പോൾ പയർ വളർത്താന്ന് വെച്ചിട്ട് ഒരു സൈഡിന് പച്ചക്കറി വേണമല്ലോ എന്ന് വെച്ചിട്ട് പയർ വളർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അരിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ യൂട്ടിനെ വെറുതെ എടുത്തതായിട്ട്. അപ്പോൾ ടാറ്റോ കൊടുക്കുമ്പോൾ വേണ്ട ടാറ്റോ കൊടുക്കും. അങ്ങനെ തക്കാളി അരിയാണ്ടായിരുന്നു. അപ്പോൾ അതുല്യൊക്കെ മുന്നിട്ട് ഇറങ്ങി തക്കാളിക്ക്. ചിക്കൻ കഴുകി വെക്കണതാണ് കാണുന്നത് കേട്ടോ. പിന്നെ അടുക്കളയിലെ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഫോണിലും ടി വിയിലും ഒക്കെയാണ് കേട്ടോ, ബിസിയാണ്. അപ്പോൾ ഒരാൾ മേക്കപ്പിലാണ് കേട്ടോ. അതാണ് നമ്മളുടെ അതുല്യ. മേക്കപ്പിലാണ്. തൊട്ടടുത്ത് ഫാൻ്റെ കാറ്റും കൊണ്ട് ശ്രീകുട്ടി ഫോണിൽ നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ കുട്ടി കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ശ്രീകുട്ടി ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ധ്രുവിൻ്റെയും കുളി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മാത്രം കുളിക്കാതിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് ആരെയും കുളിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ആരെയും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ബീഫും ചിക്കനും പോർക്കും എന്തായാലും നോക്കാം. ഗ്രേവി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്, കായ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കാൻ നോക്കാം. പാവം പോർക്ക് മാത്രം അവിടെ ഇരിക്കേണ്ടത് വെറുതെ. ആർക്കും മൈൻഡിലാണ് പോർക്കണം. ആരും അത് നോക്കുന്നുമില്ല, കറി വെക്കുന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിറ്റ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബീഫ് റെഡി ആയിട്ടുണ്ട്, എന്നാൽ ടേസ്റ്റ് നോക്കാൻ. ഞാൻ ആ വഴി പോയപ്പോൾ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വാഴയിലാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. എല്ലാവരും ഉള്ളതുകൊണ്ട് പ്ലേറ്റ് തികയില്ല മീൻസ് പ്ലേറ്റ് കഴുകാനും അത് ക്ലീൻ ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. അപ്പോൾ വാഴയിലാകുമ്പോൾ കളഞ്ഞാൽ മതിയല്ലോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നലത്തെ മന്തി റൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മിക്കവരും മന്തി റൈസാണ് കഴിച്ചത്. ചിലർ മാത്രം ചോറ് കഴിച്ചുള്ളൂ കേട്ടോ. മന്തി റൈസ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 7up പിന്നെ കൊക്കക്കോളയും ഞങ്ങളെ സ്പെഷ്യലാണ്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നതാണ്. ബാക്കി പോർക്ക് തരാൻ വേണ്ടി മന്തി റൈസ് രാവിലെ ചോറ് കൊടുക്കുന്നു കൊച്ചിന്. എൻ്റെ കൊച്ച് കിടന്ന് ഉറങ്ങി കേട്ടോ ചോറൊക്കെ കഴിച്ചിട്ട്. രാമിലെ കൊച്ച് എണീറ്റിട്ട് പിന്നെ ചോറ് കഴിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും നല്ല തിരക്കിലാണ് ഫുഡ് കഴിക്കണം. എൻ്റെ സമയം 1:30 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനും ഹസ്ബൻഡും കഴിച്ചിട്ടില്ല, പിന്നെ അഭിരാമിയും ഹസ്ബൻഡും കഴിച്ചിട്ടില്ല, അഭിജിത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിരുന്നു കേട്ടോ, ഞാനും ഹസ്ബൻഡും അഭിരാമിയും അഭിജിത്തും കൂടെ. ചേട്ടൻ ആദ്യം ചോറ് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നിർബന്ധിക്കായിരുന്നു മന്തി റൈസ് കഴിക്കാൻ. അപ്പോൾ ഇത്തിരി മന്തി റൈസ് കഴിച്ചിട്ട് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത്. ചോറ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ കളിയിലോട്ട് പോവാണ്. കളിക്കാമെന്ന് ഒരു പ്ലാനായിരുന്നു. ഓണത്തിന് ചെറിയ കളിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അഭിരാമിയും ഞാനും കൂടെ. പോർക്ക്, ബീഫ്, ചിക്കൻ്റെ ഇന്നത്തെ. അപ്പോൾ ഇന്നലത്തെ മന്തിര ലെഗ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ, അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ.